ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ജാനുവരി 2025 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. കുറേ നാളായിട്ട് ഞാൻ മന്ത്ലി റീഡിംഗ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഈ ഒരു വർഷം തൊട്ടിട്ട് മന്ത്ലി റീഡിംഗ് അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്കുള്ള വീഡിയോയും വരുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാനായിട്ടും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഈ ഒരു ഇയർ കുറച്ചൊരു ബിസി ആയിരിക്കും. കുറച്ചും കൂടെ എന്താ പറയുക, എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ കുറച്ചൊരു ടൈം എനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് ടൈം മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി പൈൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 2025 എനർജി എന്താണ്. കുറച്ച് ലേറ്റായി വീഡിയോ, എന്നാലും നമുക്ക് നോക്കാം. റെസ്റ്റ് ഓഫ് 2025 ജാനുവരി വന്നിട്ട് ഓവറോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനർജീസ് എന്താണ്. താങ്ക് യു. ദ എംപററിൻ്റെ എനർജി. കുറച്ച് പേര് ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി വന്നിട്ട് തൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം, പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. അത് യൂസ് ചെയ്തിട്ട് ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടാകാം. ഒത്തിരി സ്ട്രോങ് എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊരു അംബീഷൻ്റെ എനർജിയാണ്. ഓരോ കാര്യങ്ങൾ നേടണം, അച്ചീവ് ചെയ്യണം. ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ 3 ഓഫ് കപ്സ് വന്നിട്ട് ഈ ഒരു മന്തിലെ മെയിൻ ഒരു തീം വന്നിട്ട് ആത്മീയമായിട്ട് എനർജീസിനെ എങ്ങനെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ, ആത്മീയമായിട്ട് നോക്കുമ്പോൾ അവരെങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം കുറച്ച് പേര് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്കിത് ഫ്രണ്ട്സിൻ്റെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ, കൊളീഗ്സിൻ്റെ എനർജി ആയിരിക്കും. അവരുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, ഒത്തിരി പീസ്, സമാധാനം എങ്ങനെ അവിടെ നിലനിർത്താം, അതിൽ കുറച്ച് പേര് ആ ഒരു തീമിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തൊരുമയോടുകൂടി പീസ്ഫുള്ളി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങളുടെ ഗോൾസിന്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗോൾസിന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു മന്ത് ആയിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള നോളേജ് നേടുക, അറിവ് നേടുക, മണി, ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ എങ്ങനെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു പോസിറ്റിവിറ്റി എങ്ങനെ നിലനിർത്താം, ഫാമിലി റിലേഷൻഷിപ്പിൽ എങ്ങനെ ബാലൻസ് നിലനിർത്താം, ആ ഒരു ഗോൾ പെർസ്യൂ ചെയ്യാനായിട്ട്, നേടാനായിട്ട് കുറച്ച് പേര് ഈ ഒരു മന്ത് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ മണി, ഫിനാൻസ്, കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട്, അത് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ഇവിടെ 10 അതായത് ദ വീൽ വന്നിട്ട് കുറച്ചൊരു ഒബ്സ്റ്റക്കിൾ വന്നിട്ട് എങ്ങനെ സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് മറികടക്കാം. ഓക്കെ, എങ്ങനെ അവിടെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാം, മാറ്റം കൊണ്ടുവരാം, അതിൽ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ്, ഒത്തിരി ചാലഞ്ച് കുറച്ച് പേർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നോ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ടോക്സിക് ആയിട്ടുള്ള എനർജീസ്. നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളോടും എന്താ പറയുക, നോ പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും കുറച്ച് പേരെ സ്റ്റക്കായിട്ട് നിർത്തുന്നുണ്ടാകാം, ഒരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിൽ. കുറച്ച് പേർക്ക് ലക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം, ആ ഒരു എനർജിയിലും കുറച്ചൊരു ചാലഞ്ച് വരുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ഒരു വീക്ക്, ഈ ഒരു മന്ത് വന്നിട്ട് ജാനുവരിയിൽ. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത്
ഇമോഷണൽ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഇമോഷണലി വൈകാരികമായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതി കൂട്ടി എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുന്നതാണ്, തീരുമാനങ്ങൾ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതാണ്, മറ്റുള്ളവരെ നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നതാണ്, കുറ്റപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മന്ത് വന്നിട്ട് കുറച്ചും കൂടെ പീസ്, സമാധാനം നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ കുറേ നാളായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചൊന്ന് വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ലെറ്റ് ഗോ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, സമാധാനം, പീസ് കൊണ്ടുതരാത്ത കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും തോറും അത് ചിലപ്പോൾ പൊങ്ങി വരും. അപ്പോൾ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണ്? പേജ് ഓഫ് സോഡ്സ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അഡ്വൈസ്, എന്തെങ്കിലും ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ടാകാം. പാരൻസിൽ നിന്നിട്ടായിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം. അത് പോസിറ്റീവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കാം. അത് നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, ആൻസേഴ്സ് ഓൾറെഡി ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുണ്ടാകാം, ഉൾക്കൊള്ളാനായിട്ടുണ്ടാകാം. അത് ശ്രദ്ധിക്കുക. ഈ ഒരു മാസം വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ടാലൻസ് ആണ്, ഗിഫ്റ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകാം, നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകാം, പുതിയ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് പുതിയ പാഷൻസ് വരുന്നുണ്ടാകാം, ഐഡിയാസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട്, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്താണ്, നിങ്ങളുടെ ബോഡിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അത് കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ടും പറയുന്നുണ്ട്. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്താ എനർജിയാണ്? പായൽ നമ്പർ 1. ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വരുന്നുണ്ടാകാം ഈ ഒരു മാസം വന്നിട്ട്. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നുണ്ടാകാം. ഇവിടെ പറഞ്ഞു തന്നെയാണ്. ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം, ഒരു ആശ്വാസത്തിൻ്റെ രൂപത്തിലായിരിക്കാം, എന്തെങ്കിലും വാർണിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജിയിൽ നിന്നിട്ടും എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട്, സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തിയിൽ നിന്നിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഡ്വൈസ് എന്താ നോക്കാം. ഈ ഒരു മന്തിലെ അഡ്വൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ് എന്താ നോക്കാം നിങ്ങൾക്കുള്ള. ബീയിങ് ജെൻറ്റൽ വിത്ത് മൈസെൽഫ് നമ്പർ 12 ആണ്. ഐ ആം ജെൻറ്റൽ വിത്ത് മൈസെൽഫ് ആൻഡ് മേക്ക് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ് എ പ്രയോറിറ്റി. നിങ്ങളോട് കുറച്ചും കൂടെ ജെൻറ്റിലായിട്ട്, കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട്, സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എക്സസൈസിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ഡ്രസ്സിങ് അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ട്രാൻസ്ഫോർമേഷനാണ്. പാർട്സ് ഓഫ് മൈ ട്രാൻസ്ഫോർമേഷൻ മൈറ്റ് ബി അൺകംഫർട്ടബിൾ ബട്ട് ഐ ഹാവ് ദ പവർ ടു ഗോ ത്രൂ ദിസ്. കുറച്ച് പേർ എന്തെങ്കിലും മേജറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങളിൽ കൂടെ പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവർക്കും ആ ഒരു എനർജി കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മാസത്തെ മേജർ അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു.
കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി നോളേജ്, അറിവ് നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി റെസ്പെക്റ്റാണ്, ഒത്തിരി അംഗീകാരമാണ് ഈ ഒരു കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി തന്നെയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആത്മസംതൃപ്തി നൽകുന്ന, എന്തെങ്കിലും ഹാപ്പിനെസ് നൽകുന്ന ന്യൂസ്, എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ്, സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, ഒത്തിരി അബണ്ടൻറ്റ് എനർജിയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ പവർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? താങ്ക് യു. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി എഗെയിൻ ഇവിടെ ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് എഗെയിൻ നിങ്ങളുടെ ബ്രില്യൻറ്റ് ഐഡിയ അത് വർക്കൗട്ട് ആകുന്നതായിട്ടും, കുറച്ച് പേർക്ക് അതുവഴി എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റെക്കഗ്നിഷനാണ്, നിങ്ങളുടെ ടാലൻസിന്, നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു റെക്കഗ്നിഷൻ. കുറച്ച് പേർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? താങ്ക് യു. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സെൽഫ് ഡൗട്ട്, കൺഫ്യൂഷൻ, എന്തെങ്കിലും ചതി, ഓക്കെ, അതിൽ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ടീം വാൺ ചെയ്യുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ അവെയർനെസ്സിലോട്ട്, നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? കുറച്ച് പേർക്ക് എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? താങ്ക് യു. ഫൈനൽ ബ്ലെസ്സിങ്, താങ്ക് യു. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കുറച്ച് പേർക്ക് ഒരു ഹാപ്പിനെസ് ആണ്, ഇമോഷണലി കുറച്ചൊരു കണ്ടൻറ്റ്മെൻറ്റ്, ഒരു ആത്മസംതൃപ്തിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റെയിൻബോ കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം, മണിയുടെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മന്തായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിവീലേഷനാണ്, എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ, ട്രൂത്ത് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരുമ്പോൾ ആദ്യം കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമ്മളെ കുറച്ചൊരു ഫ്രീഡം, ഒരു ആശ്വാസം, ആ ഒരു ഇല്യൂഷൻ മായയിൽ നിന്നിട്ട് നമ്മളെ നീക്കി സത്യത്തിൻ്റെ പാതയിലോട്ട് നടത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ജാനുവരിയുടെ ഗൈഡൻസ് വന്നിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഓവറോൾ എനർജിയാണ്. ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണാൻ ആഗ്രഹമുള്ളവർ ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 2025 എനർജി എന്താണ്. ഓൾറെഡി ജാനുവരി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ഡേയ്സ് ആയി, എന്നാലും നമുക്ക് ബാക്കിയുള്ള ഡേയ്സിൻ്റെ നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ് ജാനുവരിയിലോട്ടുള്ളത്? താങ്ക് യു. Two of Wandsൻ്റെ എനർജിയാണ്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു എനർജിയിൽ കറൻ്റ്ലി ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോസ്ഡ് ഡോർ അല്ലെങ്കിൽ ഒരു വിൻഡോ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി, ഒത്തിരി പോസിബിലിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പോൾ അതെങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റൂമിൽ നിന്നിട്ട് എങ്ങനെ പുറത്തോട്ട് കിടക്കാം, ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ്, പുതിയ ആ ഒരു പോർട്ടലിലോട്ട് കിടക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചൊരു പ്രത്യാശയോടുകൂടി
ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഈ ഒരു മന്തിൽ ഒത്തിരി എനർജീസ് വരുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്തോട്ട്. കമ്മ്യൂണിക്കേഷൻ്റെ രൂപത്തിലായിരിക്കാം, മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കാം, പല രീതിയിൽ നിങ്ങൾക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, മനസ്സിലാക്കാം, അതിനനുസരിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, ആ ഒരു തീമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ എല്ലാവരുടെയും ആ ഒരു എനർജിയിൽ എങ്ങനെ എന്താ പറയുക ഒരു ഹാർമണി കൊണ്ടുവരാം, അതിലും കുറച്ച് പേര് ഈ ഒരു മന്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇതൊരു സ്പീഡിൻ്റെ എനർജിയാണ്. എല്ലാം ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറച്ചൊരു സ്പീഡായിട്ടുള്ളൊരു മന്തായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു എനർജി. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ 9 ഓഫ് വാൻഡ്സിലും അതാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ട് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് വരാം. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ഒരു വാരിയറിൻ്റെ എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം തോറ്റുപോകാതെ എങ്ങനെ ബോൾഡായിട്ട് മുന്നോട്ട് വരാം, എങ്ങനെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം, ആ ഒരു ഗോൾ പെർസ്യൂ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി ടയർഡ്നെസ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ക്ഷീണത്തിൻ്റെ എനർജി, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ തൻ്റെ ഊർജം, തൻ്റെ ബോഡി എങ്ങനെ ഹീൽ ചെയ്യാം, ബാലൻസിൽ നിലനിർത്താം, തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യണം, ആ ഒരു ഗോളും കുറച്ച് പേരുടെ മനസ്സിലുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് പേര് ഈ ഒരു മന്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കുക, ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ബോഡിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊണ്ടുവരിക, അതിലും കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ മേജർ ഒരു ഒബ്സ്റ്റക്കിൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ്. അതായത് കുറച്ച് പേർക്ക് ഇത് മനസ്സിലെ പേടിയായിരിക്കാം. ഞാനിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റു പോകുമോ, അല്ലെങ്കിൽ പാസ്റ്റിൽ എനിക്ക് ഒത്തിരി തോൽവികൾ ഉണ്ടായിട്ടുണ്ട്, ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അത് എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങളോട് തന്നെ പറയുന്ന ഒരു എനർജി ആയിരിക്കും. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസാണ്. ഒരു കാര്യം ഉറച്ചു നിൽക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കുന്നുണ്ടാകില്ല. ചില സമയങ്ങളിൽ സെൽഫ് ഡൗട്ട് വരുന്നുണ്ടാകാം, തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ടാകാം, ജലസിയുടെ എനർജി ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം എങ്ങനെ തരണം ചെയ്യണം, അതിലെല്ലാം കുറച്ച് പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ ചിന്തകൾ, അത് പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈശ്വരൻ്റെ നീതി, ആ ഒരു യൂണിവേഴ്സൽ എനർജീനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഓരോ കർമ്മയുണ്ട്. നമുക്കറിയില്ല നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിലെ കർമ്മത്തിൻ്റെ കടമായിരിക്കാം നമ്മൾ വീട്ടുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഈ ഒരു മന്ത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? താങ്ക് യു. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഷോൾഡറിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓവറായിട്ട് എല്ലാ കാര്യങ്ങളോടും നമ്മൾ എസ് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്ത് സാധിക്കും, അതിൽ നിങ്ങളൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരിക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മൾ
ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കാം, ആദ്യത്തെ ആ ഒരു തുടക്കത്തിൻ്റെ സ്റ്റേജിലായിരിക്കാം. അപ്പോൾ പതുക്കെ ചുവടുവെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ലൈഫിലുണ്ടാകുന്ന ഓരോ ഗ്രോത്ത്, ഓരോ വളർച്ചയും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ പീസ്ഫുള്ളി, സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പേജ് വന്നിട്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് കുറവുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, ആ ഒരു എടുത്ത് ചാടി പെട്ടെന്ന് ചെയ്യുന്ന എനർജിയും കുറച്ച് പേർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ചും കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ എനർജീസും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എനർജിയും ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതിൽ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഡ്രാമ, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന നെഗറ്റിവിറ്റി, ജലസിയുടെ എനർജി, അതിലോട്ട് നിങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താണ് എംബ്രേസ് ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു മന്ത് വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിലും ഉള്ള മുതിർന്നവരെ കുറച്ചൊന്ന് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികൾ. കുറച്ച് പേർക്ക് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് വന്നിട്ട് ഹിഡൻ ആയിട്ടുള്ള സത്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നിലോട്ട് വരുമ്പോൾ അതിനെ ഡിനൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അതും ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പായൽ നമ്പർ 2. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഏഞ്ചൽസ്, ദേവതകൾ. ഓക്കെ, അവിടെ നിന്ന് ഒത്തിരി സ്നേഹം, ഒത്തിരി മെസ്സേജസ്, ഒത്തിരി പോസിറ്റീവ് സപ്പോർട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ്, എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും കുറച്ച് പേർക്ക് സപ്പോർട്ട്, കുറച്ച് പേർക്ക് ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിലെ അഡ്വൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ് മെസ്സേജ് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക്. ബിലീവിങ് ഇൻ ന്യൂ ബിഗിനിങ്. നിങ്ങളെ ബിലീവ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ലൈഫിൽ ഓൾറെഡി ഒത്തിരി പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ന്യൂ എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഗ്രോത്ത്, പുതിയ വളർച്ചകൾ, പോസിറ്റിവിറ്റി കടന്നു വരുന്ന സമയത്ത് അത് നിങ്ങൾ ബിലീവ് ചെയ്യാനായിട്ട്, വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഐ ആം ദ ഡയറക്ടർ ഓഫ് മൈ ലൈഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഹീലിംഗ് പവർ ഓഫ് ന്യൂ ബിഗിനിങ്സ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ് നിങ്ങൾക്ക് തോന്നുകയാണ്, ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടും ശ്രമിക്കുക, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എനർജീസ് കുറച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ പോസിറ്റീവ് ഡയറക്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ടും ഈ ഒരു മന്ത് പറയുന്നുണ്ട്. ഫോക്കസിങ് ഈസ് കീ. നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ശ്രദ്ധ കൊടുക്കുന്നത്, അവിടെയാണ് ഈ ഒരു മന്ത് എനർജീസ് വർക്ക് ആകുന്നത്. ഐ ക്യാൻ ഹാൻഡിൽ സെറ്റ് ബാക്സ് ആൻഡ് യൂസ് ദം ടു ഗ്രോ. ഫോക്കസിങ് ഹെൽപ്പ് മീ ടു അച്ചീവ് എവറിത്തിങ് ഐ ഡിസയർ. ഓക്കെ, അപ്പോൾ പാസ്റ്റിലെ എനർജീസാണ് പറയുന്നത് മെയിനായിട്ട്. ഒത്തിരി ബാക്ക് സ്റ്റാബിങ് എനർജി, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അതെന്നെ ഗ്രോ ചെയ്യാനായിട്ട്, വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണോ കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എവിടെയാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആ ഒരു എനർജിയാണ് ഈ ഒരു മന്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ മേജർ അക്കംപ്ലിഷ്മെൻറ്റ്, നേട്ടങ്ങൾ നോക്കാം ഈ ഒരു മന്തിലെ. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇവിടെ പ്രിപ്പറേഷൻ്റെ എനർജിയാണ്.
നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി, എന്തെങ്കിലും പോസിറ്റീവ് മെസ്സേജ് വരുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ പുതിയ നേട്ടം, പുതിയ ജോബ് നേടാനായിട്ട്, പുതിയ ഓപ്പർച്യൂണിറ്റി, അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്, ഒത്തിരി എനർജി ലോയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ടുള്ള, ആ ഒരു ചിയർഫുൾ എനർജി വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കുട്ടികളുടെ ലൈഫിലായിരിക്കാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? താങ്ക് യു. 9 of Swordsൻ്റെ എനർജി, എന്തെങ്കിലും വിഷമങ്ങൾ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വറി, അതിൽ നിന്നും മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡർഷിപ്പ്, ആ ഒരു ലെവലിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അപ്പോൾ സോറോസ് തരണം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഉറക്കമില്ലായ്മ, അതെല്ലാം ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾ നീങ്ങുന്നതാണ്. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നീങ്ങുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്. കുറച്ച് പേര് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട്, പ്രായോഗികമായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ടോ 10 of Cupsൻ്റെ എനർജി. ഫാമിലി, ഹോം, ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി, ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, പുതിയ ബാഗ് ആകാം, ഡ്രസ്സാകാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ കഴിവുകൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഇവിടെ കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിലാണ് കുറച്ചൊരു സക്സസ് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൽ കുറച്ചൊരു സക്സസ് കാണുന്നുണ്ട്. ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്ന ഒരു എനർജിയാണ്. ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഫൈനൽ എനർജി നോക്കാം. ബ്ലെസ്സിങ് എന്താണ്? ഇവിടെ ഡ്രീമർ, ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ബാക്കിൽ കണ്ടോ എഗെയിൻ 10 of Cupsൻ്റെ എനർജി. ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും റിലീഫ്, എന്തെങ്കിലും ഒരു ആശ്വാസം, ഒരു ഹോപ്പ് വരുന്നതാണ്, ഒരു പ്രത്യാശ വരുന്നതാണ്, ഒരു ന്യൂ എനർജി വരുന്നതാണ്. അത് നിങ്ങളെ മൂവ് ഓൺ ചെയ്യാനായിട്ട്, മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് പെറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്, സംരക്ഷണത്തിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും തെറ്റിലോട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നുണ്ടാകാം. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയ സോഴ്സ്, പുതിയ വഴി, പുതിയ കാര്യങ്ങൾ ഓപ്പൺ ആകുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ജാനുവരി 2025 ഓവറോൾ എനർജി വന്നിട്ട്. ഞാൻ ഡെയിലി റീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, കാണുക വീഡിയോ വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.